ധർമ്മടത്തെ ജനവിധി ഉൾക്കൊള്ളാൻ ഇതുവരെ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് കിഴത്തൂരിലെ കോൺഗ്രസിൻ്റെ ഓഫീസിന് നേരെയുള്ള ആക്രമണം. ഞാനൊരു കാര്യം പറയാം, 50,000-ൽ നിന്ന് 30,000 എത്തിയിട്ടുള്ളൂ. ധർമ്മടത്ത് CPM-ൻ്റെ നാശത്തിനുള്ള തുടക്കമാണ്. ഇനിയെങ്കിലും ആയുധം താഴെ വെക്കണം. ഇന്നലെ സ്വാഭാവികമായി കേരളത്തിൽ UDF-ൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി UDF-ൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ എത്ര സ്ഥലങ്ങളിലാണ് ഈ ധർമ്മടത്ത് തടഞ്ഞത്? ഇവിടെ പ്രകടനം നടത്താൻ പാടില്ല. ഇവരാരാണ്? ഇത് ജനാധിപത്യ രാജ്യമാണ്. UDF-ൻ്റെ സർക്കാർ നിലവിൽ വരാൻ പോവുകയാണ്. ധർമ്മടത്ത് പ്രകടനം നടത്താൻ അനുവദിക്കില്ല. അണ്ടല്ലൂരിൽ തടഞ്ഞു, മൂന്നുപേരിയിൽ തടഞ്ഞു, പല സ്ഥലത്തും UDF-ൻ്റെ പ്രകടനങ്ങൾ തടഞ്ഞു. CPM-ൻ്റെ ക്രിമിനലുകൾ വ്യാപകമായി ഇന്നലെ ധർമ്മടത്തും പരിസര പ്രദേശത്തും അടിഞ്ഞാടുകയുണ്ടായിരുന്നത്. ഓഫീസ് എന്ത് പിഴച്ചു? പിണറായി വിജയൻ്റെ ലീഡ് കുറഞ്ഞതിന് കോൺഗ്രസ് ഓഫീസ് എന്ത് പിഴച്ചു? ഞങ്ങളുടെ ഓഫീസിൻ്റെ തറ പോലും അടിച്ച് തകർത്തിരിക്കുകയാണ്. ഫർണിച്ചർ മുഴുവൻ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഗ്ലാസ് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. പിണറായി വിജയനെതിരെ ജനമാണ് പ്രതികരിച്ചത്. നാട്ടിലെ സാധാരണക്കാരായ CPM പ്രവർത്തകരാണ് പ്രതികരിച്ചത്. 10 വർഷക്കാലം അധികാര രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉള്ളം കയ്യിലിട്ട് കൊണ്ടു നടന്നിട്ടും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന ഈ നിയോജക മണ്ഡലത്തിൽ പെരളശ്ശേരി AKGയുടെ ജന്മനാടായ പെരളശ്ശേരി ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ 6 റൗണ്ട് ലോകത്തെ മുഴുവൻ മലയാളികളെയും കോരിത്തെരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മുമ്പിൽ എന്നേ ഉള്ളൂ. ജനമാണ് വോട്ട് ചെയ്തത്. ധർമ്മടത്ത് ജനമാണ് പ്രതികരിച്ചത്. അവരുടെ ഉള്ളിൽ അടക്കി പിടിച്ച വികാരമാണ് അവർ പ്രതിഫലിപ്പിച്ചത്. 10 വർഷം കാലം വികസനം ചെയ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് ധർമ്മടത്താണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയിൽ നാണംകെട്ട വിജയമാണ് ഇന്നലെ പിണറായി വിജയൻ ഇവിടെ ഉണ്ടായത്. ഒരു റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടുന്ന വേങ്ങാട് പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോഴും അദ്ദേഹം പിറകിലാണ്. അതുകൊണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്ന് CPM-നെ ഞാൻ താക്കീത് ചെയ്യാണ്. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ജനങ്ങളെ അണിനിരത്തി മുന്നിട്ടിറങ്ങും. അതിന് പിന്നെ CPM-നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആയുധം താഴെ വെക്കണം. ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ CPM-ൻ്റെ ക്രിമിനൽ സംഘം ശ്രമിക്കുന്നതെങ്കിൽ കീഴത്തൂരിൽ ഉൾപ്പെടെ അതിനെ പ്രതിരോധിക്കാൻ, ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ, തിരിച്ചടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. അതുകൊണ്ട് നാടിനെ കലാപഭൂമിയാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് CPM നേതൃത്വം പിന്തിരിയണം. ഈ ക്രിമിനലുകളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. ഇതിന് ആവശ്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ അവരിൽ നിന്ന് ഈടാക്കിയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്.